നമസ്കാരം. ഡിജിറ്റൽ സർവേ ഇപ്പോൾ നടന്നു വരികയാണല്ലോ. ഈ ഡിജിറ്റൽ സർവേ പൂർത്തിയാകുമ്പോൾ ഒരു തുണ്ട് ഭൂമി പോലും നമുക്ക് ഇനി സർക്കാരിന്റെ കണ്ണുവെട്ടിച്ച് കൈവശം വയ്ക്കാൻ കഴിയാതെ വരും. അതായത് നമ്മൾ കൈവശം വയ്ക്കുന്ന മുഴുവൻ ഭൂമിക്കും നികുതി അടയ്ക്കുന്നതിന് നമ്മൾ ബാധ്യസ്ഥരാകും. ഇതിന് രണ്ട് വശങ്ങളുണ്ട്. പരിധിയിൽ കവിഞ്ഞ ഭൂമി കൈവശം വയ്ക്കുന്നവർക്ക് പിടിവീഴും. ആർക്കാണ് പിടിവീഴുന്നതെന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടാൽ മതി. ഇനി ഇതിന്റെ മറുവശം ഇതാണ്. വളരെ വർഷങ്ങളായി ഭൂമി കൈവശമുണ്ട്, എന്നാൽ നികുതി അടയ്ക്കാൻ കഴിയുന്നില്ല. ഉദാഹരണമായി 25 സെന്റിനാണ് നികുതി അടവുള്ളത്, എന്നാൽ കൈവശത്തിൽ 30 സെന്റ് ഉണ്ട്. ബാക്കി വരുന്ന 5 സെന്റിന് നികുതി അടയ്ക്കാതെ വർഷങ്ങളായി കൈവശം വെക്കുകയാണ്. അതിനും ഇനി നികുതി അടച്ചു കിട്ടും. അങ്ങനെ ആ ഭൂമിക്കും രേഖയാകും. ഈ പദ്ധതിക്ക് സർക്കാർ പറയുന്നത് എല്ലാ ഭൂമിക്കും രേഖ എന്നാണ്. പുതുവൽ, അളവിൽ കവിഞ്ഞ ഭൂമി, നികുതി കെട്ടാത്ത ഭൂമി എന്നിങ്ങനെ പല പല പേരിട്ട് നമ്മൾ കൈവശം വെക്കുന്ന ഭൂമിക്ക് ഇനി മുതൽ നികുതി കെട്ടാൻ തടസ്സം വരില്ല. ഇതിന്റെ ഭാഗമാണ് ഇപ്പോൾ പുരോഗമിക്കുന്ന ഡിജിറ്റൽ സർവേ. ഡിജിറ്റൽ സർവേയിൽ ഓരോ ഇഞ്ച് ഭൂമിയും കൃത്യമായി അക്കൗണ്ട് ചെയ്യപ്പെടും. നികുതി അടയ്ക്കാതെ ഭൂമി കൈവശം വെക്കുന്ന ഏർപ്പാട് ഇതോടെ അവസാനിക്കും. ഈ വീഡിയോകളിൽ ഡിജിറ്റൽ സർവേയെക്കുറിച്ച് ലീഗൽ പ്രിസം വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. കൈവശത്തിലുള്ള ഭൂമിക്ക് നികുതി അടച്ചു കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഈ നികുതി അടവിനെ ഉടമസ്ഥത എന്നാണ് നമ്മൾ കരുതുന്നത്. കൈവശത്തിലുള്ള അധിക ഭൂമിക്ക് കരമടച്ചു കിട്ടാൻ നിരവധി പേരാണ് വർഷങ്ങളായി കാത്തിരിക്കുന്നത്. നികുതി അടവിനെ ഉടമസ്ഥത എന്നാണ് നമ്മൾ പൊതുവെ കരുതുന്നത്. പക്ഷേ ലീഗൽ പ്രിസം പറയുന്നു നികുതി അടവ് ഉടമസ്ഥതയല്ല, ഉടമസ്ഥതയുടെ ഒരു ലക്ഷണം മാത്രമാണ്. ഉടമസ്ഥത ലഭിക്കണമെങ്കിൽ പട്ടയം അല്ലെങ്കിൽ ജന്മാവകാശം തെളിയിക്കുന്ന ടൈറ്റിൽ ഡീഡ് കൂടി വേണം. ഇതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജന്മാവകാശത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച യഥാർത്ഥ പോയിന്റിലേക്ക് വന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ കൈവശം 1 ഏക്കർ സ്ഥലമുണ്ട്. വില്ലേജ് ഓഫീസർ പട്ടയത്തിന് റിപ്പോർട്ട് തയ്യാറാക്കി അയച്ചത് 90 സെന്റിനാണ്. പഴയ അളവ് രീതികൾ ഉപയോഗിച്ചാണ് അന്ന് അളന്നത്. റിപ്പോർട്ട് പോയത് 90 സെന്റിന് മാത്രമാണ്. ബാക്കി 10 സെന്റ് ശരിക്കും നമ്മുടെ കൈവശമുണ്ട്. പട്ടയത്തിൽ ഈ 10 സെന്റ് വന്നില്ല. ഈ പട്ടയം വെച്ച് ആധാരം ചെയ്യുമ്പോൾ 90 സെന്റിന് മാത്രമേ ആധാരം ചെയ്യാൻ കഴിയൂ. ഇത് നമുക്ക് ശരിയാക്കിയെടുക്കാൻ സാധിക്കുമോ? സാധിക്കും. ടെനൻസി റൂളിലെ റൂൾ 136A ഇത് പറയുന്നത്. ഈ റൂൾ 136A പ്രകാരം പട്ടയത്തിൽ ക്ലറിക്കൽ മിസ്റ്റേക്ക് വന്നാലും അതുപോലെ അരിത്തമാറ്റിക് മിസ്റ്റേക്ക് വന്നാലും കറക്ഷൻ വരുത്തുന്നതിന് റവന്യൂ കോടതികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആക്സിഡന്റൽ ഒമിഷൻ, അതായത് ആകസ്മികമായി സംഭവിച്ച വിട്ടുപോകൽ, അതുപോലെ കണക്കുകൂട്ടലിലെ പിഴവുകൾ എല്ലാം ക്രമപ്പെടുത്താൻ കഴിയും. സുവോ മോട്ടുവായും പട്ടയക്കാരന്റെ അപേക്ഷ പ്രകാരവും ഈ തെറ്റുകൾ തിരുത്താവുന്നതാണ്. മറ്റാർക്കും ഇതിന് അധികാരം നൽകിയിട്ടില്ല. വിസ്തീർണ വ്യത്യാസം കണക്കുകൂട്ടലിലെ പിഴവുകൾ മൂലം സംഭവിച്ചതാകണം എന്നുണ്ട്. അതായത് ആ പാഴ്സൽ ഓഫ് ലാൻഡിന്റെ അതിർത്തികൾക്ക് പുറത്തുപോയി ഏരിയ കൊണ്ടുവരാൻ സാധിക്കില്ല. 4 അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് വിസ്തീർണ വ്യത്യാസം പരിഹരിക്കാം എന്നാണ് റൂൾ 136A ഉദ്ദേശിക്കുന്നത്. സിവിൽ പ്രൊസീജിയർ കോഡിലെ സെക്ഷൻ 152 അധികാരമാണ് ഇവിടെ വിനിയോഗിക്കുന്നത്. അബദ്ധവശാൽ കടന്നുകൂടിയ പിശകുകൾ ക്രമപ്പെടുത്തുന്നതിന് സിവിൽ കോടതികൾക്കുള്ള അധികാരമാണ് സെക്ഷൻ 152. LT അല്ലെങ്കിൽ TLB ആണ് ഇത് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വില്ലേജ് ഓഫീസർ അളന്ന് തിട്ടപ്പെടുത്തിയതിൽ വന്ന മിസ്റ്റേക്ക് എന്ന നിലയിലുള്ള പരിഹാരം മാത്രമാണ് ലഭിക്കുന്നത്. അല്ലാതെ മറ്റു വിധത്തിൽ കൈവശപ്പെടുത്തിയ കൂടുതൽ ഭൂമിയെക്കുറിച്ചല്ല പറയുന്നത്. അത്തരം കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ പതിവ് അപേക്ഷയാണ് വെക്കേണ്ടത്. ടെനൻസി നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ജന്മം ഭൂമികൾക്കാണ് ഈ ചട്ടം 136A ആനുകൂല്യം ലഭിക്കുന്നത്. റൈറ്റ് വാരി സമ്പ്രദായം നിലനിന്നിരുന്ന കൊച്ചി മലബാർ പ്രദേശങ്ങളിലാണ് ഇത്തരം ജന്മം ഭൂമികൾ കൂടുതലുള്ളത്. മറ്റു ജന്മം ഭൂമികൾക്ക് കാലഹരണ കൈവശം എന്ന നിലയിലുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഇത് നേരത്തെ ലീഗൽ പ്രിസം ചർച്ച ചെയ്തതാണ്. ഈ വീഡിയോ കണ്ടാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. ഇന്ത്യൻ യൂണിയൻ നിലവിൽ വരുമ്പോൾ സർക്കാർ ഭൂമികളായി നിലനിർത്തിയിരുന്ന ഭൂമികൾ പിന്നീട് പതിച്ചു നൽകിയിട്ടുണ്ട്. ഇത്തരം ഭൂമികളുടെ ജന്മാവകാശം സർക്കാരിനാണ്. പതിവ് നിയമങ്ങൾ പ്രകാരമാണ് ഈ സർക്കാർ ഭൂമിക്ക് പട്ടയം നൽകുന്നത്. ഇത്തരം ഭൂമികൾ പതിച്ചു കിട്ടാൻ ഭൂമിയുടെ മാർക്കറ്റ് വില സർക്കാരിൽ അടയ്ക്കേണ്ടതായി വരും. ജന്മാവകാശം സർക്കാരിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് സർക്കാർ ഭൂമികളെ കുറിച്ചല്ല, ഇന്ത്യൻ യൂണിയൻ നിലവിൽ വരുന്നതിന് മുൻപേ ഉള്ള ജന്മം ഭൂമികളെ കുറിച്ചാണ്. അത്തരം ജന്മഭൂമികളുടെ പട്ടയത്തിലെ പിഴവുകൾ തിരുത്തുന്നതിനെ കുറിച്ചാണ് റൂൾ 136A പറയുന്നത്. ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുമല്ലോ. താങ്ക്